അപ്പോൾ ഇത് നമ്മുടെ കുംഭമേളയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ പാട്ടാണ്. നമ്മൾ ഡൽഹി വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഡൽഹിയിൽ നമ്മുടെ ഇന്നത്തെ വീടും കാര്യങ്ങളും നമ്മൾ താമസിച്ച സ്ഥലമൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. പരിപാടി എന്താ ഇങ്ങോട്ട് നോക്കിയാണ് മുഖം ഒന്ന് കാണിച്ചേ. നോക്കട്ടെ, ഇവിടെ തണുപ്പില്ല. കൊച്ചുങ്ങളൊക്കെ ഷോർട്സ് ഇട്ടോണ്ടിരിക്കുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോൾ നമുക്ക് അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. നമ്മുടെ മൂന്നാറത്തെ അത്രയും തണുപ്പൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം തണുക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൂടെ ഇറങ്ങി വരുന്നതിനൊക്കെ വീട്ടിനകത്തൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പെങ്ങൾ കളിയിലൂടെ നമുക്കിവിടെ മട്ടർ പനീർ റൊട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പരിപാടി, പിന്നെ ചോറ് കൊണ്ടവർക്ക് ചോറും ഉണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്നതായതുകൊണ്ട് തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലായിടത്തും നല്ല ഫുഡ് കിട്ടണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന പരിപാടിയിലാണ്. रेसिपी कुछ बोल दो, कैसे बनाए करी का. എന്തായാലും ഇവരുടെ ഫുഡ് മട്ടർ പനീർ റൊട്ടിയൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ എല്ലാവരും റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു ട്രെയിൻ ടിക്കറ്റ് RIC ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാട് കേട്ടോ എല്ലാവരും. പ്രശ്നം ഇപ്പം ഈ ഡബിൾ ഫുഡ് കണ്ടുപിടിച്ചവര് തല്ലി കൊല്ലണം പറഞ്ഞത്. അത് പറ്റത്തില്ല. ഇതാണ്ടെ ബീച്ചിട്ട് സംഭവം വേറെ ഒന്നുമില്ല. നമ്മൾ കിടക്കാനായിട്ടുള്ള സെറ്റപ്പ് നോക്കിയപ്പോൾ നമ്മൾ ഇത്രയും പേരോട് ഈ ബെഡിൽ കിടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ട്രയൽ കാണിക്കാം കേട്ടോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇതിനകത്ത് കിടക്കാൻ പറ്റുമെന്ന്. രാവിലെ ആകുമ്പോൾ ബീച്ചിട്ടപ്പോൾ ഇവിടെ കിടക്കണം. അവർക്ക് നാളെ ജോലിക്ക് പോകണം, ഉറങ്ങണം. എനിക്കറിയത്തില്ല. കുഞ്ഞമ്മ ട്രിപ്പ് പ്ലാനർ. ഞങ്ങളങ്ങനെ നാളത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് നമ്മൾ എല്ലാവരും ഇതിനകത്ത് കിടന്ന് കാണിച്ചോട്ടെ, എല്ലാവർക്കും സുഖമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അതെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അടുത്ത പരിപാടികൾ, പാക്കിംഗ് പരിപാടികൾ തുടങ്ങി. എന്ന് വെച്ചാൽ ഇന്ന് തന്നെ നമുക്ക് ഇവിടെ നേരെ പ്രയാഗ്രാജിലേക്കുള്ള യാത്ര തുടങ്ങണം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബസ്സിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു സൈഡിൽ പാക്കിംഗ് നടക്കുന്നു, ഒരു സൈഡിൽ നമ്മുടെ കുക്കിംഗ് പരിപാടികൾ നടക്കുന്നു കേട്ടോ. അപ്പോൾ പാക്കിംഗ് വേണം കുക്കിംഗ് വേണമെന്ന് ഞങ്ങൾ എന്തായാലും കുക്കിംഗ് ഏറ്റെടുത്തു. പാക്കിങ്ങിനൊക്കെ കുക്കിംഗ് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ നമ്മൾ റൊട്ടിയും അതുപോലെ തന്നെ ടൊമാറ്റോയും തക്കാളിയും കൂടി ഇട്ടൊരു കറി കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ പിന്നെ നമ്മുടെ റൊട്ടി ചപ്പാത്തി സാധനങ്ങളൊന്നും റെഡിമെയ്ഡ് മേടിച്ച് വെക്കുന്ന പരിപാടിയില്ല. പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഇവിടെ കുഴച്ച് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഒന്നും അതിന് മെനക്കെടാൻ നിൽക്കാറില്ല. ഇവിടെ അളിയനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് പക്ക എക്സ്പീരിയൻസ്ഡാണ്. ഇവർ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കിയത് റൊട്ടിക്കുള്ള സംഭവങ്ങളൊക്കെ പടപടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ മസാലയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ മസാല പോലെയൊക്കെ തന്നെ ആണെങ്കിലും ഗരം മസാല ഇവിടെ ഇല്ല സംഭവം. ഇവരിവിടെ ഒരു മിക്സ് മസാല എന്ന് പറയുന്ന സാധനം എല്ലാം കൂടെ നമ്മുടെ നാട്ടിലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ പൊടിച്ചെടുക്കുന്നത്, അത് എല്ലാ സാധനങ്ങളൊന്നും എടുത്തില്ല, കുറേ സാധനങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് ഇവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ വെക്കുന്നൊരു മസാല കേട്ടോ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ കാര്യങ്ങളോ ഒന്നും സൺഫ്ലവർ ഒന്നും ഇവർ ഉപയോഗിക്കുന്നില്ല. ഒരു കടുകെണ്ണ ഉപയോഗിച്ചാണ് കുക്കിങ്ങിന് എല്ലാ പരിപാടിക്കും ചെയ്യുന്നത് കേട്ടോ, കടുകെണ്ണ. പിന്നെ ഇവിടുത്തെ ഒരു ആഹാര രീതി നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ചോറ് ഇവർ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇവർ റൊട്ടിയാണ് 3 നേരം കൂടുതലും കഴിക്കുന്നത്. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കേരള റൈസ് മേടിക്കാനായിട്ട് നോക്കി, പക്ഷേ കടകളിലൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വന്നെങ്കിലും അതുപോലെ നമ്മുടെ നാട്ടിലെ ചോറ് പോലൊന്നും ആയില്ല കേട്ടോ. ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ റൈസിനൊക്കെയും ഒരു ശകലം വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കേരള റൈസ് പോലൊന്നും ആയില്ല. എന്നാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ കടകളിൽ കിട്ടാത്ത കുറേ സാധനങ്ങൾ നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റും. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് തേങ്ങയൊക്കെ കടകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. അതൊക്കെ നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇവിടെ എത്തും. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറികൾ കൂടുതൽ ഇവർ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലു, അതായത് നമ്മുടെ കിഴങ്ങ് കറി, പിന്നെ ആലു മട്ടർ, പിന്നെ പനീർ ബട്ടർ മസാല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാക്കുന്നത്, സബ്ജി ഐറ്റംസ് ഇവരുടെ. നമ്മളിന്ന് ടൊമാറ്റോ ഫ്രൈ രാവിലെ ഉണ്ടാക്കുകയാണ്. പെണ്ണുങ്ങളെല്ലാം ബെഡ്റൂമിൽ കയറി ഇരുന്നിട്ട് ആണുങ്ങളെ അടുക്കള കയറ്റിയിരിക്കുകയാണ്. ഗതികെട്ട് ഞങ്ങൾ ചെയ്യുക, വേറെ വഴിയില്ല, പട്ടിണി കിടന്ന് ഞാൻ വാങ്ങിക്കാം. ഡൽഹി വന്നിട്ട് എങ്കിലും തിന്നിട്ട് ചപ്പാത്തി ആളിയെ റൊട്ടി ഉണ്ടാക്കിയതുകൊണ്ട് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി പരത്തി ചുട്ടാൽ മതി. നമ്മൾ റെഡി ആകുമ്പോഴത്തേക്ക് നിങ്ങളെ ഫുഡൊക്കെ ആവോ? കുളിക്കാതെ കാശിക്ക് പോകുന്ന ടീമുകളാണ്. ഞാൻ കുളിക്കുന്നു.
ഇത് കണ്ടോ, നമ്മൾ രാവിലെ കുക്കിങ്ങിൻ്റെ പരിപാടിയായിട്ട് ചെന്നപ്പോഴത്തേക്കും പുറത്തൊരു സൗണ്ട് കേട്ടു. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും പച്ചക്കറി വണ്ടിയായിട്ട് ഇവർ വന്നേക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ അവിടെ പിക്കപ്പിനകത്തും പെട്ടിയാട്ടോയ്ക്കകത്തൊക്കെ മീനൊക്കെ കൊണ്ടുവരുന്ന നമുക്ക് ഇവിടെ പച്ചക്കറി ഡെയിലി കൊണ്ടുവരും. നമ്മുടെ അവിടെ കൊണ്ടുവരുമെങ്കിൽ റയറാണ്. ഇവിടുത്തെ വെച്ച് ഇതാണ്ട് പക്ക ഫ്രഷ് പച്ചക്കറികളായിട്ടോ ഇരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ. ഇതിവിടെ അവർ ഡെയിലി കൊണ്ടുവരുന്ന കേട്ടോ പറഞ്ഞു. ഡെയിലി ഇതുപോലെ പച്ചക്കറി വണ്ടികൾ ഡെയിലി വരും. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഒരുപാട് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നൊന്നുമില്ല. ഡെയിലി വരുന്നതനുസരിച്ച് ഇവർ ഫ്രഷ് ആയിട്ട് തന്നെ മേടിക്കുകയാണ് ചെയ്യുന്നത്. तो 100 रुपये काट रही है ना मेरे हैं? तो है नहीं है ना मेरे पास, दो सही तो है। അങ്ങനെ ഞങ്ങൾ ഇതേ പച്ചക്കറി വണ്ടിയൊക്കെ കണ്ടിട്ട് നേരെ വന്നു. അപ്പോൾ അളിയിൽ നിന്നാണ്ട് റൊട്ടി വരത്താനുള്ള പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ചോറ് എല്ലാവരും വിശന്നിരുന്നുകൊണ്ട് എല്ലാവരും ഇതേ ചോറ് ഇരുന്നതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് റൊട്ടി. സാധാരണ ഇവിടെ ആദ്യം റൊട്ടി കഴിച്ചിട്ടാണ് പിന്നെ എല്ലാവരും ചോറുണ്ണുന്നത്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചായി പരിപാടി. നമ്മൾ വന്നത് നേരെ തിരിച്ചു. ആദ്യം ചോറിട്ട് അതിൻ്റെ കൂടെ അളിയിൽ നിന്നാണ്ട് 3 എണ്ണമൊക്കെ ഒരുമിച്ച് വെച്ചാട്ടോ പരത്തുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അളിയൻ ചപ്പാത്തി ഉണ്ടാക്കിയോ, ചപ്പാത്തി അല്ല റൊട്ടി കേട്ടോ, റൊട്ടി ഉണ്ടാക്കിയോ, കറി അപ്പോഴത്തേക്ക് റെഡിയാവും. റൊട്ടിയൊക്കെ ഉണ്ടാക്കാനല്ലേ താമസം, ഒരു താമസവും ഇല്ല. കറി റെഡിയാവുന്നതിന് മുമ്പ് റൊട്ടി ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം കണ്ടോ, പുള്ളി ഇത് നൈസായിട്ടൊന്ന് പരത്തുന്നേ ഉള്ളൂ. സംഭവം സെറ്റായിട്ടോ. നമ്മൾ ഒരു വട്ടം ഇത് കണക്ക് ഉരുട്ടി തിരിച്ചിട്ടൊക്കെയാണ് പരത്തുന്നത്. ഇത് കണ്ടോ, ഒറ്റ പരത്തിൽ സംഭവം ചപ്പാത്തി റെഡിയായി. കണ്ടോ, റൗണ്ടിൽ തന്നെ. നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന കണക്കുള്ള ഷേപ്പൊന്നുമല്ല. ഇതൊരു മാവ് നല്ല മിക്സ് ചെയ്ത് സെറ്റാക്കി ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് കുറച്ച് നേരം വെച്ചിരിക്കും. കുഴച്ച് ബോൾ പിടിച്ച് കുറേ നേരം ഇത് വെച്ചിരിക്കും മാവൊന്ന് സെറ്റാകാൻ വേണ്ടി. സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് കണക്ക് ഒരുപാട് പൊടിയൊന്നും വാരിയിടേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. കണ്ടോ, നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് കിട്ടും. പുള്ളി പരത്തുമ്പോൾ കണ്ടോണേ, കൈ വെച്ച് എപ്പോഴും തിരിച്ചിടുന്നില്ല. ആദ്യത്തെ പരത്തിൽ തന്നെ അതിങ്ങനെ റൗണ്ട് ചെയ്ത് ചപ്പാത്തി തന്നെ അതിനകത്ത് കിടന്ന് റൗണ്ട് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ചപ്പാത്തി ചെറുതായിട്ട് കയ്യിലിട്ട് കറക്കും. നീളത്തിൽ കറക്കൊണ്ടേയിരിക്കും, വലുതായിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ താഴെ കേട്ടോ നമ്മൾ താമസിക്കുന്നത്, അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വീട്. അതിന്റെ മേളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഫ്ലോറിൽ നമുക്കൊരു ഗംഭീര പരിപാടിയാണ് കേട്ടോ. ഇവരൊരു ഗാർഡനാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ ടെറസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡൻ. നമ്മൾ ഞെട്ടിപ്പോകും. അതായത് അങ്ങോട്ടൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും സംഭവം വെജിറ്റബിൾസും അതുപോലെ ചെടികളും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഒരു വിളക്കെത്തിക്കുന്ന സ്ഥലം കേട്ടോ അവിടെ. പിന്നെ ഇവിടെ പല വെറൈറ്റി റോസും കാര്യങ്ങളും ഒക്കെ. ഇതുവഴി പോകാൻ തോന്നുന്നു വഴിയുണ്ട്. ഇവിടെ കണ്ടോ റോസൊക്കെ നിൽക്കുന്നത്, നല്ല സൂപ്പർ റോസ്. അതുകൊണ്ട് ഇതുണ്ടോ അടുക്കി നിൽക്കുന്നത്, നിറച്ച് പോവുക അതിനകത്ത്. പിന്നെ ഇതേ നീല കളർ റോസാപ്പൂ ഒക്കെ ഉണ്ട്. നീല കളർ റോസാപ്പൂ എന്ന് പറയാൻ പറ്റും. പിന്നെ ഇതേ വെറൈറ്റി നമ്മുടെ അവിടെ ഉള്ള ചെടികളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മണി പ്ലാന്റ് സംഭവങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒന്നും പേര്, ഇത് മത്തങ്ങയാണോ ഡി? മഞ്ഞ കളർ പൊടിച്ചിരിക്കുക, അതിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല. ഇത് മത്തങ്ങയാണോ ഡി? കണ്ടിത് വലിയ പിടിയില്ല. പിന്നെ താണ്ടി ഇതെന്തോ മരമാ? ഫ്രൂട്ടിൻ്റെ മരമാണോ? പക്ഷെ ഇതിൻ്റെ പേരൊന്നുമില്ല. മരം എന്തോ നമുക്ക് വലിയ പിടിയില്ല. പിന്നെ ഇവിടെ ഓറഞ്ച് ഇപ്പോൾ ഉണ്ടോ, ഓറഞ്ച് ഇരിക്കുന്നത് വേണ്ട. ഇത് ചെറിയ ഓറഞ്ചാ, നമ്മുടെ പഴയൊരു വീടിക്കകത്തുണ്ട് ഏറ്റവും ചെറിയ ഓറഞ്ച്. ആ സാധനം നിൽക്കുന്നത്. ഇത് ബഡ് ചെയ്തൊക്കെ വെക്കുന്നതായിരിക്കും അല്ലേടി? താണ്ട് ഇവിടെ ഇത് ഓറഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു പൂത്ത് നിൽക്കുന്നത്. ഇതിനകത്ത് എന്തായാലും നിറച്ചുണ്ട്. പിന്നെ താണ്ട് ഇവിടെയും ചെടികളെല്ലാം കുറേ വെറൈറ്റി സംഭവങ്ങൾ നിൽപ്പുണ്ട്. ഇവിടെ ഇതാ റോസയുടെ നല്ല അടുക്കുള്ള റോസ. ഈ ചൂടും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ, വെയിലടിക്കുന്നതുകൊണ്ട് കുറേ കരിഞ്ഞിരിക്കുക. പിന്നെ ഇതേ ഇവിടെ എല്ലാം നമ്മുടെ മൂന്നാറൊക്കെ ഉള്ള കണക്ക് വെറൈറ്റി ചെടികൾ കണ്ടുണ്ട്. പിന്നെ ഇതേ ഉള്ളി നമ്മുടെ സ്പ്രിംഗ് ഒനിയന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, നമുക്ക് ആ വെജിറ്റബിൾ വണ്ടിക്കകത്ത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഉള്ളിയൊക്കെ ഇവിടെ നട്ട് പൂത്ത് നല്ല സെറ്റപ്പായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഇതേ ഓറഞ്ച്. ഇത് നമ്മുടെ കൊങ്ങിണി അല്ലേ? കൊങ്ങിണി നമ്മുടെ ബന്ദിപ്പൂ. എന്തോടി ബന്ദിപ്പൂ അല്ലേ? ആണ്ട് ഇത് പക്ഷേ നമ്മുടെ അവിടെ കണക്ക് ഇവിടെ സെറ്റായിട്ടില്ല, ഒരു പൂവൊക്കെ ഉള്ളൂ. അതെ കുറേ കണ്ടെന്ന് വെച്ചാൽ തക്കാളി കേട്ടോ. തക്കാളി ഇവിടെ ഒരുപാട് ഇതിനകത്ത് പിടിച്ച് നിൽപ്പുണ്ട്. തക്കാളി അതിൻ്റെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്, നിറഞ്ഞ് നിൽക്കുക. അതുപോലെ ഇവിടെ കണ്ട ചെറിയ തക്കാളി നിൽപ്പുണ്ടല്ലേ. ഇത് മണിത്തക്കാളി അല്ലല്ലോ, വലുത് തന്നെയാണ്. അത് മണിത്തക്കാളിയാന്ന് തോന്നില്ലേ? പക്ഷെ കണ്ട് ഇത് പഴുത്തൊക്കെ നിൽപ്പുണ്ട്. വേറെ ഏതൊരു ഇനമായിരിക്കും. ഇതെന്തുവാ? ഇത് മാതളത്തിൻ്റെ. അവർ കട്ട് ചെയ്ത് വലുതായിരുന്നു, ഇവരിത് കട്ട് ചെയ്ത് കണ്ട് ചെറുതാക്കി നിർത്തിയേക്കുവാ. പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. മിൻറ്റ് നിൽക്കുന്നുണ്ടോ? നിറച്ച് നിൽക്കുന്ന മിൻറ്റ്. അതെ നമ്മുടെ മൂന്നാർക്ക് നട്ടിട്ടുണ്ട് നമ്മൾ മിൻറ്റ്. കട്ടൻ ചായക്ക് ഇടുമ്പോൾ നമ്മൾ എടുക്കും. ഇതാണ്ട് ഇതിനകത്ത് തക്കാളി പഴുത്തിക്കുന്നുണ്ടോ? ഇതിനകത്തെല്ലാം നിൽപ്പുണ്ട്. ഏതാ? ഇത് അടിപൊളിയാണ്. ഇത് നമ്മുടെ മൂന്നാർ ഗാർഡനിലൊക്കെ നിൽപ്പുണ്ട്, പക്ഷെ അതിൻ്റെ ഇച്ചിരി വെറൈറ്റിയാണ്. പിന്നെ ഈ സൈഡിലെല്ലാം നിൽപ്പുണ്ട്. അതാണ് സൂര്യകാന്തിയുടെ ചെറിയ സൂര്യകാന്തിയാണോ? ഇതിൻ്റെ പേരെന്തോടി അറിയാമോ?
എന്തായാലും നല്ല ഭംഗിയുണ്ട്, അടിപൊളി സാധനങ്ങളെല്ലാം നിൽക്കുന്നത്. കണ്ടോ, പിന്നെ ഇവർ ഈ ബാത്ത് ടബിനകത്തൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതും തക്കാളിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് മറ്റേ ചുണ്ടയ്ക്ക പോലത്തെ എന്തിൻ്റെ ഒരു ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെയും തക്കാളി, പിന്നെ ഇവിടെ വെള്ളരിക്ക നട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തോ വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു, ഈ മഞ്ഞ പൂ പിടിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു ഐഡിയ ഇല്ല എന്തോ സാധനമൊന്നും. ഇവിടെ എന്തേ നേരത്തെ കണ്ട പോലെ നല്ല ഭംഗിയുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗാർഡനൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ താഴേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് നേരെ പ്രയാഗ്രാജിലേക്ക് കുംഭമേള കാണാനാണ് പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ഡിലേ ഒക്കെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ള് ട്രാവൽ ചെയ്യാണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പതുക്കെ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഡിലേ വരുന്നത്. അപ്പം ഉടനെ തന്നെ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് മാക്സിമം സ്പീഡിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി കുംഭമേളയ്ക്ക് പോകാനിരിക്കുന്നവരും പ്ലാൻ ചെയ്യുന്നവരും എല്ലാം നമ്മുടെ വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.